ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ജിമ്മിക്ക് പോകാൻ തുടങ്ങി, കുറേ ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി, പക്ഷെ റിസൾട്ട് ഒന്നും കാണില്ല. ദെൻ യു ക്വിറ്റ്. യു സ്റ്റാർട്ടഡ് സ്റ്റഡിങ്, സ്റ്റഡി, എന്നിട്ട് റിസൾട്ട് ഒന്നും കാണില്ല. യു ക്വിറ്റ്. യു സ്റ്റാർട്ട് എ ബിസിനസ്, കുറേ കാലം ബിസിനസ്സിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു, കുറേ കാലം ഹാർഡ് വർക്ക് ഇട്ടു, ബട്ട് യു ഡോണ്ട് സീ എനി റിസൾട്ട്. യു ക്വിറ്റ്. യു സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ് ഓൺ സോഷ്യൽ മീഡിയ, ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി, കുറേ വീഡിയോസ് ഇട്ടു, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടു, പക്ഷെ റീച്ച് ഒന്നും കിട്ടുന്നില്ല, വ്യൂസ് ഒന്നും മര്യാദ കിട്ടുന്നില്ല. ദെൻ യു ക്വിറ്റ്. പക്ഷേ സംഹൗ ചില ആൾക്കാർ ഏത് ഫീൽഡൊക്കെ ഒരു പോയി കഴിഞ്ഞാലും ഒരു കയ്യിൽ ടോപ്പിലെത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? എല്ലാ ആൾക്കാർക്കും പറ്റാത്ത എന്തുകൊണ്ടാണ് ഇവർക്ക് പറ്റുന്നത്? ഇസ് ഇറ്റ് സംതിങ് കോൾ ലക്ക്? ഇസ് ഇറ്റ് ഫെയ്ത്ത്? ഓരോ തലവരെയാണോ? ഓരോ വിധിയാണോ? കൺസിഡർ മൈ കേസ്. ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞുതരാം. മാഷാ അള്ളാ, ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴും പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴും അതേപോലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഐ വാസ് വൺ ഓഫ് ദ ടോപ്പർ ഇൻ ദ ക്ലാസ്. നോട്ട് ദ ബെസ്റ്റ്, ബട്ട് വൺ ഓഫ് ദ ടോപ്പർ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? സി എക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ആ സി എ ഫൗണ്ടേഷനും സി എ ഇൻ്ററും ഐ ക്ലിയർ ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. ലൈക്ക് ആകെ ഒരു 10% എത്ര ആൾക്കാരെ അത് ചെയ്യുള്ളൂ. സോ അഗെയിൻ ഐ അച്ചീവ്ഡ് സംതിങ് ഫ്യൂ പീപ്പിൾ ഡു. പിന്നെ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫിസിക്ക് അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിസിക്ക് എനിക്ക് അവിടെ ഉണ്ട്. എങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബിഗ് ആരാണ്, ഏറ്റവും കൂടുതൽ മസിലുള്ള ആരാണ്, അങ്ങനെയല്ല. വെൻ യു കമ്പയർ ദ പ്രപ്പോർഷൻസ്, എല്ലാ മസിലും ഡിഫൈൻ ആയി നിൽക്കുന്ന പ്രപ്പോർഷൻസ് വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിസിക്ക് എന്തുണ്ട്? ആ ജിമ്മിൽ എനിക്കുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്ക് യൂട്യൂബ് കഴിഞ്ഞ 2 മാസം കൊണ്ട് 10K സബ്സ്ക്രൈബേഴ്സ് ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെറും 800 സബ്സ്ക്രൈബേഴ്സ് എത്ര ഉള്ളായിരുന്നു, അതിൽ നിന്ന് 2 മാസം കൊണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ഗ്രോ ചെയ്തു. 3-ാമത്തെ മാസമാണിത്. ഇപ്പോൾ നമ്മൾ 20,000-ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഡു യു ബിലീവ് ദിസ് ഈസ് ലക്ക്? ഇത് ഒരു വിധിയാണ് അല്ലെങ്കിൽ ഇതൊരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സോ ഇൻ ദിസ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞുതരാം. ഏതൊരു ഫീൽഡിലും നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന, ഏതൊരു ഫീൽഡിലും നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആവാൻ പറ്റുന്ന കുറച്ച് ക്വാളിറ്റീസ്. ഈ സംഭവമൊക്കെ ഞാൻ പഠിച്ചത് അലക്സ് ഹോർമോസിൻ്റെ കയ്യിൽ നിന്നാണ്. അലക്സ് ഹോർമോസി എന്ന് പറയുന്നത് ഓതറാണ്, ബിസിനസ്മാൻ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരുപാട് സംഭവമാണ്. മൂപ്പരതാണ് acquisition.com എന്ന് പറയുന്നത്. വേറെ ബിസിനസ്സുകൾ അക്വയർ ചെയ്താണ്ട് അത് ഗ്രോ ചെയ്യാൻ സഹായിക്കണമൊക്കെ. മൂപ്പരെ പോയിന്റ്സും എൻ്റെ ലൈഫും കണക്ട് ചെയ്താണ്ട് ഞാൻ ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആണ്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഏതൊരു സംഭവം നമ്മൾ തുടങ്ങുമ്പോഴും ബിസിനസ് ആയാലും സ്റ്റഡി ആയാലും വർക്കൗട്ട് ആയാലും ഒക്കെ നമ്മൾ ഫസ്റ്റ് ചോദിക്കേണ്ട ഒരു സംഭവം, ഇതിൽ ഏറ്റവും ബാഡായിട്ട് പെർഫോം ചെയ്യാൻ, ഏറ്റവും നെഗറ്റീവ് ഔട്ട്കം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിളല്ലേ? അത് പറയാൻ സിമ്പിളല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാതെ നിൽക്കാം, സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലെടുത്തൊന്നും മനസ്സിലാവില്ല. ഇനി ക്ലാസ്സിൽ തന്നെ വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനെ കുറേ ഹോംവർക്ക് ഒന്നും ചെയ്യാതിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. ഇനി അതേപോലെ ജിമ്മിക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ ഒരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കേസിൽ എങ്ങനെ നമുക്ക് ഏറ്റവും ബാഡ് റിസൾട്ടാണ് നമുക്ക് വേണ്ടത്? അതെങ്ങനെ കിട്ടുക? വർക്കൗട്ടുകൾ സ്കിപ്പ് ചെയ്യുക. ഫസ്റ്റത്തെ കാര്യം, നമ്മൾ ഓരോ എക്സ്ക്യൂസ് ഓരോ ദിവസം ഉണ്ടാക്കിയിട്ട് വർക്കൗട്ടുകൾ സ്കിപ്പ് ചെയ്യുക. 6 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും ഉറങ്ങരുത്. അതിൻ്റെ താഴത്തേക്ക് ഉറങ്ങാൻ പാടുള്ളൂ. അത് തന്നെ ഒരേ സമയം ബെഡ്ക്ക് കിടക്കാൻ പോലും ഒരേ സമയം എണീക്കും ചെയ്യരുത്. എല്ലാ ദിവസവും പല പല സമയങ്ങളിൽ പോവുക. അതന്നെ എപ്പോഴും 6 മണിക്കൂറിൻ്റെ താഴത്തേക്ക് ഉറങ്ങുക. ഇനി അടുത്തത്, നിങ്ങൾ ഫുഡിൽ ഒരു കൺട്രോളും ചെയ്യരുത്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഫുൾ എന്ത് ചെയ്യുക? നല്ല ഷുഗേഴ്സും അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും കളേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡുകൾ, സീഡ് ഓയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നല്ലോണം കഴിക്കുക. നല്ല ബ്രോസ്റ്റും ഫ്രൈഡ് ചിക്കനും അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ ബർഗർ അങ്ങനത്തത്, അതുപോലെ മറ്റ് പാക്കഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്, ബ്രൗണീസ് അങ്ങനെയൊക്കെ ഉള്ള ഷുഗേഴ്സും കാര്യങ്ങളൊക്കെ നല്ലോണം കഴിക്കുക. അത് മാത്രം കഴിക്കുക, നല്ല സംഭവങ്ങളൊന്നും കഴിക്കരുത്, അത് മാത്രം കഴിക്കുക. അടുത്തത്, നമ്മളെപ്പോഴും നമ്മളെ ഫിസിക്കും മറ്റുള്ളവരെ ഫിസിക്കുമായിട്ട് കമ്പയർ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ടോപ്പ് ആൾക്കാരെ ഫിസിക്കായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് എപ്പോഴും എന്ത് പറയുക? നല്ല ഫിസിക്ക് കാണുന്നവരൊക്കെ, നല്ല ബോഡി ഉള്ളവരൊക്കെ സ്റ്റീറോയിഡാണെന്ന് കുറ്റം പറയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു ബോഡി ഉണ്ടാവില്ല എന്നാണ് 100% ഷുവറാണ്. റൈറ്റ്? ഏറ്റവും ബാഡ് ഔട്ട്കം കിട്ടാൻ എങ്ങനെയാണോ അതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരുന്നത്. ഇനി എന്ത് ചെയ്യുക? അത് ഫ്ലിപ്പ് ചെയ്യുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എപ്പോഴും വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുക, എക്സ്ക്യൂസ് ഉണ്ടാക്കുക. അതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. ജിമ്മിക്ക് പോവുക, വർക്കൗട്ട് ചെയ്യുക. അടുത്തത്, തോന്നലൊക്കെ കഴിക്കുക. എന്ത് ഫുഡാണെന്നില്ല, ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും സ്വീറ്റ്നേഴ്സും ഫ്ലേവേഴ്സും സീഡ് ഓയിൽസും കാര്യങ്ങളൊക്കെ കഴിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹെൽത്തി ആയിട്ടുള്ള കൂടുതൽ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ ലൈക്ക് എഗ്ഗ്, മീറ്റ്, മിൽക്ക്, ഫിഷ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. വൈറ്റ് റൈസ്, കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടി വൈറ്റ് റൈസ്, ഫ്രൂട്ട്സ് അങ്ങനത്തത്. അങ്ങനെ എന്ത് ചെയ്യുക? കൂടുതൽ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡിൽ ഫോക്കസ് ചെയ്യുക. സീഡ് ഓയിലുകൾ കുറക്കുക. മാക്സിമം ബട്ടർ, കോക്കനട്ട് ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ ഡയറ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 85% ഹെൽത്തി ഡയറ്റിൽ ഫോളോ ചെയ്യുക. അടുത്തത്, സ്ലീപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും
6 കുറവും അതുപോലെ ഇൻകൺസിസ്റ്റൻറ്റ് ബെഡ് ടൈമുമാണ് നേരത്തെ പറഞ്ഞത് വേഴ്സ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും 8 മണിക്കൂറോ അതിൽ കൂടുതലോ ഉറങ്ങണം. അതന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബെഡ് ടൈം ആയിരിക്കണം. ഇപ്പോൾ നമ്മളൊരു 10 മണിക്കാണ് കിടക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ 6, 6:15 ആണ് എണീക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇതേപോലെ. 9 മണിക്കാണെന്നുണ്ടെങ്കിൽ 5, 5:15 എല്ലാ ദിവസവും എന്ത് ചെയ്യുക ഇതേപോലെ. അങ്ങനെ 8 കൂടുതലോ മണിക്കൂർ എല്ലാ ദിവസവും ഒരേ ടൈം കൺസിസ്റ്റൻ്റ് അതുപോലെ ഒരേ ടൈമിൽ എന്ത് ചെയ്യുക ഉറങ്ങുക. ഇനി അടുത്തത് കമ്പാരിസൻ്റെ കേസിൽ അവിടെ എങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ വേഴ്സ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരൊപ്പം എപ്പോഴും സോഷ്യൽ മീഡിയയുടെ ടോപ്പ് ഫിസിക്ക് ടോപ്പ് ജെനറ്റിക്സ് ആയിട്ട് എപ്പോഴും കമ്പയർ ചെയ്തിന്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളായിട്ട് തന്നെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു 6 മാസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ 6 മാസം മുമ്പ് നമ്മളെടുത്ത പിക്ചർ അതും ഇപ്പോഴും നമ്മളെ ബോഡി എന്തൊക്കെ വ്യത്യാസം ഉണ്ടായി, എത്രത്തോളം ഫാറ്റ് കയറിയിരിക്കണം, എത്രത്തോളം ഫാറ്റ് കുറഞ്ഞിരിക്കണം, എത്രത്തോളം മസിൽ കൂടിയിരിക്കണം, എത്രത്തോളം മസിൽ കൂടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ അങ്ങനെ നോക്കുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക പ്രോഗ്രസ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം അവിടുത്തെ ഏറ്റവും വേഴ്സ് റിസൾട്ട് എങ്ങനെ കിട്ടാൻ നോക്കുക, എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. സോ യു വിൽ നോ വാട്ട് ടു ഡു. സിമ്പിളാണ്, ആലോചിക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനി എന്തുകൊണ്ടാണ് ആദ്യം നെഗറ്റീവ് പറയണമെന്നല്ലേ, നമ്മളെ ബ്രെയിന് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സർവൈവലിന് വേണ്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല സുഖമാണ്. പക്ഷെ അതേസമയം ഒരു നല്ല ടോപ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. പക്ഷെ അതേസമയം എങ്ങനെ എത്തരുത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് സുഖമായിരിക്കും. വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, ഇനി അതെങ്ങനെ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കണം. ഹൗ ടു ഡു ഇറ്റിന് അലക്സ് ഓമോസി പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ഈച്ച് തിങ്സ് ഇൻ ടു സ്മോൾ പീസസ് അല്ലെങ്കിൽ സ്മോൾ കമ്പോണൻസ്. നമ്മൾ ഏത് ഗോൾ എടുക്കുകയാണെങ്കിലും അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്ലാസ്സിൽ ടോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഹാബിറ്റ്, നമുക്ക് ഏറ്റവും വേസ്റ്റ് ഔട്ട്കം കിട്ടുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് സ്റ്റഡീസിൽ ഇൻകൺസിസ്റ്റൻ്റ് ആവുക, മര്യാദക്ക് പഠിക്കാതെ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാതിരിക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഹാബിറ്റ് കിട്ടി, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ഇനി ഇതെങ്ങനെ പഠിക്കണം, അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിക്കാണ്ട് ചെറിയ ചെറിയ കമ്പോണൻസ് ആയിക്കാണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഫസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം ബ്ലോക്ക്, ഏർലി മോർണിംഗ് ആണെങ്കിൽ അങ്ങനെ, ലേറ്റ് നൈറ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ടൈം ബ്ലോക്ക് പിക്ക് ചെയ്യുക. ഒരു 3 to 4 അവർ നമ്മൾ ഏറ്റവും നമ്മളെ മെൻ്റൽ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രൈം എനർജിയിൽ നിൽക്കുന്ന ടൈം. ആ ടൈമിൽ ഇനി ഓരോ മണിക്കൂറിനെ എന്ത് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ മണിക്കൂർ അന്ന് ഒരു ദിവസം അല്ലെങ്കിൽ തലേന്ന് എന്താണോ ക്ലാസ്സിലെടുത്തത് അത് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്, അതൊന്നും കൂടി ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിച്ചു പ്ലസ് വീട്ടിൽ നിന്നും കൂടി ഒന്നും കൂടി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മണിക്കൂറിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ പഠിച്ചു പോയിനു ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങൾ, അത് നമ്മൾ അന്ന് എടുക്കുന്നത് അന്ന് വായിക്കും, അങ്ങനെ നമ്മൾ കുറച്ച് റീറ്റെയിൻ ചെയ്തിരുന്നു. ഇനി ആ സംഭവങ്ങൾ റീകോൾ ചെയ്യുക, പെട്ടെന്ന് റീകോൾ ചെയ്യുക. കാരണം നമുക്ക് ആദ്യം പഠിക്കുന്ന അത്രയും ടൈം വേണ്ടി വരില്ല രണ്ടാമത് പഠിക്കാൻ, രണ്ടാമത് പഠിച്ച അത്രയും ടൈം വേണ്ടി വരില്ല മൂന്നാമത് റീകോൾ ചെയ്യാൻ. സോ ഫ്ലാഷ് കാർഡ്സ് വെച്ചാണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്വിക്ക് പോയിന്റ്സ് വെച്ചാണ്ടോ നമ്മൾ അന്ന് നോക്കിയതൊക്കെ എന്ത് ചെയ്യാം ഒന്നിങ്ങനെ റീകോൾ ചെയ്യുക. അപ്പോൾ ആ ഇൻഫർമേഷൻ വീണ്ടും സ്റ്റോർ ആയി. ഇനി മൂന്നാമത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റും. ദ ലാസ്റ്റ് അവർ, നാലാമത്തെ ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അവറായി കണ്ട് നമുക്ക് കണക്കൂട്ടാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഹോംവർക്ക് ചെയ്യുന്നു. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡി റൂട്ടീൻ എന്നുള്ളതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ നമ്മൾ പിക്ക് ചെയ്തിട്ട് ആ 4 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ ഹാബിറ്റുകൾ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഓരോരോ ആക്ഷൻസ് വെച്ചാണ്ട് നമ്മൾ എന്ത് ചെയ്തു ഫില്ല് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് സംഭവം എടുക്കുകയാണെങ്കിലും നമ്മൾ ബോഡീൻ്റെ കേസിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, ആ ഒരു ഗോളിനെ എടുത്തുകൊണ്ട് സിമ്പിൾ ഹാബിറ്റുകളിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സുഖമായി. ഇനി ഇത് എയിലും അപ്ലിക്കബിൾ ആവും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹീസ് എ ഗുഡ് പേഴ്സൺ നമ്മൾ പറഞ്ഞു, ഒരാളെടുത്തിട്ട് ഹീസ് എ ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് സ്മോൾ ഹാബിറ്റുകളാക്കിയാണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതേപോലെ ചെയ്യാൻ സുഖമാണ്. പെട്ടെന്ന് പറഞ്ഞൊരു ഗുഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ പറഞ്ഞു ബി എ ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അതൊരു സ്മോൾ കമ്പോണൻസ് ആക്കിയാണ് നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് ഈസിയാണ്. അതായത് എപ്പോഴും ആൾക്കാർ പേര് ഓർത്ത് വെക്കുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ വെക്കുക, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പോലെ അപ്രിഷ്യേറ്റ് ചെയ്യുക, ചീത്ത കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യൽ കുറക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, എപ്പോഴും ഹാൻഡ് ഷേക്ക് കൊടുക്കുക, ചിരിച്ച് സംസാരിക്കുക. എപ്പോഴും ഓരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഓര് ഇൻ്റലിജൻ്റ് ആണ് നമ്മൾക്ക് തോന്നുന്നതിൻ്റെ പകരം നമ്മൾ ഇൻ്റലിജൻ്റ് ആണെന്നുള്ള കാര്യം ഓര് നമ്മളെ തോന്നിപ്പിക്കും. അപ്പോൾ നമുക്ക് ഓലേറ്റും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓലെ ഗുഡ് പേഴ്സൺ എന്നാണ് വിളിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ആ ഒരു സിമ്പിൾ കമ്പോണൻസ് അല്ലെങ്കിൽ സിമ്പിൾ ഹാബിറ്റുകൾ ആ പേഴ്സണെ ഒരു നല്ല ആളാക്കണമെന്നുള്ളത്. അപ്പോൾ അതേ സംഭവം എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്കും ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരാൾ വന്നാണ്ട് ബി എ ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷേ അതിനെ ചെറിയ ഹാബിറ്റുകൾ, ചെറിയ കമ്പോണൻസ് ആയിക്കാണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും പെർഫോം ചെയ്യാൻ എന്താണ് സുഖമാണ്. ഞാൻ അടുത്തൊരു പോയിന്റ് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ളൊരു സംഭവം പറഞ്ഞു, അതെങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു, സിമ്പിൾ കമ്പോണൻ്റ് ആക്കിയാണ് ബ്രേക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു സംഭവമാണ് ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെയിം സിറ്റുവേഷൻ നടക്കുകയാണ്, നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായ, പക്ഷെ നമ്മളെ സെയിം ബിഹേവിയർ ആണെങ്കിൽ അവിടെ ലേണിംഗ് നടന്നിട്ടില്ല. ഒരു സംഭവം നടന്നു നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഒരു രീതിയിൽ റിയാക്ട് ചെയ്തു, വീണ്ടും ആ സംഭവം നടന്നു, നമ്മൾ സെയിം രീതിയിൽ റിയാക്ട് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്, ലേണിംഗ് നടന്നിട്ടില്ല. പക്ഷെ അതേസമയം സെയിം സിറ്റുവേഷന് ന്യൂ ബിഹേവിയർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, ലേണിംഗ് എന്ന് പറയാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 പേഴ്സൺ ഉണ്ട്, പേഴ്സൺ 1, പേഴ്സൺ 2. പേഴ്സൺ 1 ഒരു ഗേളിനെ പ്രപ്പോസ് ചെയ്തു. ആ ഗേൾ അപ്പം തന്നെ അവനെ റിജക്റ്റ് ചെയ്തു. ഓന് ആകെ വിഷമായി, കരഞ്ഞു. ഞാൻ ഒരിക്കലും ഗേൾസിൻ്റെ പോയി തന്നെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞു അവൻ വീണ്ടും അടുത്ത ആളെ പ്രപ്പോസ് ചെയ്തു. ആ പെണ്ണും റിജക്റ്റ് ചെയ്തു. അപ്പോഴും എനിക്ക് വിഷമായി, ഞാൻ ആരും നോക്കൂല, ഞാൻ എൻ്റെ കാര്യം നോക്കുകയാണെന്ന് പറഞ്ഞാൽ അവൻ പോയി. വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞു, വീണ്ടും ഒരാളെ പ്രപ്പോസ് ചെയ്തു. ആ പെണ്ണും റിജക്റ്റ് ചെയ്തു. മനസ്സിലായോ? സെയിം സിറ്റുവേഷൻ, സെയിം ബിഹേവിയർ. ഇനി പേഴ്സൺ 2 ഫസ്റ്റ് ഒരു പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്തു, ആ കുട്ടി റിജക്റ്റ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് കുറച്ചു കാലം വെയിറ്റ് ചെയ്താൽ അടുത്ത ആളെ പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ പകരം ഓൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇന്നെ റിജക്റ്റ് ചെയ്തത്, വാട്ട് ആർ ദ മിസ്റ്റേക്സ് ഐ എം മേക്കിംഗ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ എവിടെ എത്തിയിട്ടില്ല. മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള ഒരാളെ ആണ്, എനിക്ക് അട്രാക്റ്റീവായി തോന്നിയ ഒരാളെ ഞാൻ പ്രപ്പോസ് ചെയ്ത്. പക്ഷെ ആ കുട്ടിക്ക് ഇങ്ങോട്ട് അട്രാക്റ്റീവായി തോന്നണ്ടേ? യു അട്രാക്ട് വാട്ട് യു വാണ്ട് എന്നല്ലല്ലോ, യു അട്രാക്ട് വാട്ട് യു ആർ എന്നാണല്ലോ. അപ്പോൾ ഇവനും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി, ഓക്കെ, അപ്പോൾ ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ചങ്ങായി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും, കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവും, കുറച്ചുകൂടി സ്റ്റേറ്റസ് ഉണ്ടാവും, കുറച്ചും കൂടി ലൈഫിൽ ഗോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കും അതൊന്നുമില്ല, എനിക്ക് എങ്ങനെ ഡ്രസ്സ് ചെയ്യേണ്ടത് അറിയില്ല, എനിക്ക് എങ്ങനെ സ്പീക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് നല്ലൊരു നെറ്റ്വർക്കോ ബ്രദർഹുഡോ ഇല്ല, എനിക്ക് എങ്ങനെ ഗേൾസിനോട് സ്പീക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് എങ്ങനെ മറ്റുള്ളവരോട് കമ്പാഷൻ, എമ്പതി എങ്ങനെ കാണിക്കുമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അതായത് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഒരു ലക്ഷ്യവും ബോധവും ഇല്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിലോ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത കുട്ടീനെ പോയാണ് പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ആ കുട്ടി നേരെ റിജക്റ്റും ചെയ്തിട്ടില്ല, ഓനായിട്ട് ഇങ്ങനെ നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെക്സ്റ്റിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലുണ്ട്, രാത്രി പോലെ സംസാരിച്ചിരിക്കലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ദിവസം ആ കുട്ടി പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രണ്ടായിട്ട് ഇരിക്കുക, അത് നല്ലത് കാണും. ഓനെ ഫ്രണ്ട് സോണിലിട്ടു. അപ്പോൾ മനസ്സിലാക്കി, ഓക്കെ, ഇപ്പം എനിക്ക് കുറച്ച് അട്രാക്ഷൻ കിട്ടുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ടെക്സ്റ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, നേരെ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യണില്ല. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ഫ്രണ്ട് സോണൊക്കെ ഇടാണ്, എനിക്ക് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് കിട്ടുന്നില്ല. സോ ക്യാൻ ഐ ഇംപ്രൂവ് ദാറ്റ്. അപ്പോൾ ഓനെ മനസ്സിലാക്കും എന്ത്, ഓക്കെ, ആൾവേസ് ഒരു നൈസ് ഗൈ ആയി കഴിഞ്ഞാൽ എപ്പോഴും ഓല് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, എപ്പോഴും ഓൽക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യാണ്ട് സുഖമാണോ, ഫുഡ് കഴിച്ചോ, ഉറങ്ങിയോ ഇങ്ങനെ ചോദിച്ചു വൈത്താതെ നടന്നു കഴിഞ്ഞാൽ ഓൽക്കത് എന്താണ്, ഓല് നമ്മളെപ്പോഴും ഒരു വാല്യൂ കുറഞ്ഞാണ്ട് കാണുക. നമ്മൾ ഓലെ പെഡസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓലെ വലിയ ആളായി കണ്ടു കഴിഞ്ഞാൽ, നമ്മളെങ്ങോട്ട് മുകളിലായി കണ്ടു കഴിഞ്ഞാൽ, നമ്മളെ പർപ്പസിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ എപ്പോഴും ഓൽക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓല് ഗ്രാൻഡഡ് ആയി എടുക്കും, സാധാരണയായി കിട്ടുന്ന പോലെ എടുക്കും. അപ്പം നമുക്ക് വാല്യൂ തരൂല എന്നുള്ള സംഭവം മനസ്സിലാക്കി. അപ്പോൾ ഓൻ എന്ത് ചെയ്തു, വീണ്ടും അവനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഒരു 3-4 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇനി ഗേൾസിനൊന്നും ഞാൻ നോക്കണില്ല, ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ പർപ്പസിനനുസരിച്ച് പോവുക, എൻ്റെ മിഷനനുസരിച്ച് പോവുക, നല്ല ബ്രദർഹുഡും ബിൽഡ് ചെയ്തു, നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു, ഫൈനാൻസ് ബിൽഡ് ചെയ്തു, ലുക്ക് ബിൽഡ് ചെയ്തു, ഡ്രസ്സിങ്, കരീസ്മ, ക്യാരക്ടർ, എങ്ങനെ വുമനോട് സംസാരിക്കണം, ഗേൾസിനോട് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്താണ്ട് പബ്ലിക് സ്പീക്കിങ്ങും കാര്യങ്ങളും എല്ലാ സ്കില്ലും ബിൽഡ് ചെയ്തു. നല്ലൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി, നല്ലൊരു പോർട്ട്ഫോളിയോ എല്ലാം സെറ്റായി, നല്ല കോൺഫിഡൻ്റ് ഉള്ള നല്ലൊരു ജിഗാച്ചയുടെ ലെവലിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്, ഇപ്പോൾ ഗേൾസ് ഓനെയാണ് പ്രപ്പോസ് ചെയ്യണത്, ഇപ്പോൾ ഗേൾസ് ഓൻ്റെ വൈത്താലാണ് പോകുന്നത്, ഇപ്പോൾ ഓനാണ് അവിടുത്തെ ഹൈ വാല്യൂ. ഇപ്പോൾ ഓനാണ് എന്ത്, ഓനക്കിപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്, ഓനക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യുക ആരെ വേണമെന്നുള്ളത്. സോ ദിസ് ഈസ് ഫോർ ദ സെയിം സിറ്റുവേഷൻ യു ആർ ഡൂയിങ് ഡിഫറെൻറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിയാക്ഷൻ. ഇതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ ലൈഫിൽ എല്ലാ ഭാഗത്തോടെയും കടന്നു പോകുമ്പോൾ ഈ ഒരു സെയിം മൈൻഡ് സെറ്റ് വെച്ചാണ്ട് നമ്മൾ എന്ത് കാര്യം കേൾക്കുകയാണെങ്കിൽ നമ്മളെ തിരുത്താൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ സെയിം മൈൻഡ് സെറ്റ് വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ വീണ്ടും ഹാപ്പൻ ചെയ്യുന്നു, നമ്മൾ ഒരേപോലെ തന്നെ പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോ ഒന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ വീണ്ടും എന്തായിരിക്കും, നിങ്ങളെ പഴയ ലൈഫിലേക്ക് തന്നെ ആയിരിക്കും തിരിച്ചു പോവുക.
നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്, പക്ഷേ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ബിഹേവിയർ മാറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യില്ല, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ അവിടെ മുമ്പൊക്കെ എത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഒരു ഫ്രണ്ട്, എൻ്റെ ഫോളോവറാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയമില്ല, പക്ഷേ ഫോളോവറാണ്, മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ മൂപ്പര് എനിക്ക് എന്ത് ചെയ്തു, ഒരു സംഭവം അയച്ചു. ദ ടിപ്പ് ബൈ സെത്ത് ഗോഡിൻ, ഒരു ബുക്കാണ്, അതിലുള്ളൊരു കൺസെപ്റ്റും അതുപോലെ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അയച്ചു. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത് വെച്ചാൽ ഞാനിവിടെ ഇമേജ് ആയിട്ട് കൊടുക്കാം. ആ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കും, നമ്മളെ ലൈഫിനെയാണ് അത് കാണിക്കുന്നത്. നമ്മളെ എല്ലാ ആൾക്കാരും ക്വിറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് കാണിക്കുന്നത്. എന്തൊരു സംഭവം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ, നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്, നമ്മൾ ജിമ്മ് പോകാൻ തുടങ്ങുകയാണ്, എന്ത് കാര്യം നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ നമുക്കിത് ഫസ്റ്റ് ഈസി ആയിട്ട് തോന്നും. ഫസ്റ്റത്തെ വട്ടമൊക്കെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുള്ളത് സംഭവം സുഖമാണല്ലോ. വേറെ ആൾക്കാർ നല്ല രീതിയിൽ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ബ്രെയിനിൽ വല്ലാതെ ഉണ്ടാവില്ല, പക്ഷെ വായി കൂടെ നല്ല സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ എന്ത് കാര്യം ചെയ്യുമ്പോഴും പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, ഇത് സിമ്പിളാണല്ലോ, ഇത് ചെയ്യാൻ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് അധികം ആൾക്കാരും ഒരു സംഭവം തുടങ്ങുമ്പോൾ അതിനെ കാണാം. പിന്നെയാണ് പോലും മനസ്സിലാക്കുന്നത്, കുറച്ച് ഇങ്ങനെ കാലം കഴിയുമ്പോൾ ആ ഒരു ഫസ്റ്റത്തെ പീക്ക് ഉണ്ടല്ലോ, ആ മൗണ്ട് ഓഫ് സ്റ്റുപ്പിഡിറ്റി, അത് കഴിഞ്ഞാൽ അടിയിക്കണ പോയിട്ട് വാല്യൂ ഓഫ് ഡിസ്പയർക്ക് എത്തുന്നത്. അപ്പോഴാണ് പോലും മനസ്സിലാക്കുന്നത്, ഓ ഷിറ്റ്, ദിസ് ഈസ് ഹാർഡ്, ഇത് പണിയാണ്, ഇത് അത്ര സുഖമല്ല, ഞാൻ വിചാരിച്ച മാതിരി അല്ലത്. ആ ഒരു കാര്യം ഒരു മനസ്സിലാക്കണത് കുറച്ച് ടൈം കഴിയുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കുറച്ച് കാലം സ്റ്റിക്ക് ചെയ്താണ്ട് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങി, കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കുറച്ച് കാലം ഇട്ടു, ഒരു 10-50 കണ്ടന്റ് ആയി, പക്ഷേ വലിയ റിസൾട്ട് ഒന്നുമില്ല. നമ്മൾ ജിമ്മ് പോകാൻ തുടങ്ങി, 1, 2, 3 മാസമൊക്കെ പോയി, പക്ഷേ റിസൾട്ട് ഒന്നും കാണുന്നില്ല. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് മാസങ്ങളായി, പക്ഷേ സെയിൽ ഇപ്പോഴും എന്താണ്, നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്ത, നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഒപ്പം പോലും നമ്മളെ സെയിൽസ് എത്തിയിട്ടില്ല, നമ്മളിപ്പോഴും ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ക്വിറ്റ് ചെയ്യുക, ഈ വാല്യൂ ഓഫ് ഡിസ്പയറിൽ. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഞാൻ മുന്നോട്ട് പോവും, ഞാൻ മുകളിലേക്ക് എത്തും, ഞാൻ സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ട്. ഞാൻ ഈ വർക്ക് സ്ഥിരമായിട്ട് ഇടുക, ഇപ്പോഴും റിസൾട്ട് ഇവിടെ ക്യാച്ചപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, ഞാൻ വർക്ക് ഇവിടെ ഇടുക എന്നുള്ള രീതിയിൽ ആ ഒരു കമ്മിറ്റഡ് ആയ ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാർ, ഞാൻ പറയുന്നത് ഒരു 95% അല്ലെങ്കിൽ 90% ആൾക്കാരും ഇവിടെ ക്വിറ്റ് ചെയ്യുന്നു. ജിമ്മിൽ പോകുന്നു, റിസൾട്ട് കാണില്ല, ക്വിറ്റ് ചെയ്യുന്നു. പഠിക്കുന്നു, റിസൾട്ട് കാണില്ല, ക്വിറ്റ് ചെയ്യുന്നു. ബിസിനസ് റിസൾട്ട് കാണില്ല, ക്വിറ്റ് ചെയ്യുന്നു. അടുത്ത വീക്ക് മാറുന്നു, ഈ വാല്യൂ ഓഫ് ഡിസ്പയറിന് അടുത്ത വീക്ക് മാറുന്നു. അതായത് വേറെ ആരെങ്കിലും ചെയ്യണത് കാണുമ്പോൾ അത് സുഖമാണല്ലോ, എന്നാൽ അത് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ അതിലേക്ക് മാറുന്നു, അത് ഏതിലാണെങ്കിലും. അങ്ങനെയുള്ള സമയത്ത് നമ്മളവിടെ കമ്മിറ്റഡ് ആയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് നെക്സ്റ്റ് ലെവലിലേക്കാണ്, സ്ലോപ്പ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. സ്ലോപ്പ് ഓഫ് എൻലൈറ്റ്മെൻറ്റൊക്കെ അവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഓക്കെ, ഇപ്പോൾ ഗ്രോത്ത് കാണുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം വർക്ക് കിട്ടീന് റിസൾട്ട് കണ്ടുവരുന്നുണ്ട്, ചെറിയൊരു രീതിയിൽ എനിക്ക് ഇൻകർ ചെയ്ത, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെക്കാട്ടും സ്ലൈറ്റ് പ്രോഫിറ്റ് നമുക്ക് വന്നതാണ്. ഭയങ്കര ലാഭമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. എൻ്റെ വീഡിയോസിൽ അവിടെയും വേണ്ടി 1-2 വീഡിയോസൊക്കെ വൈറലാവുന്നുണ്ട്. ഞാൻ ജിമ്മിൽ പോയിട്ട് കുറച്ച് അവിടെയും വേണ്ടി ചില മസിൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ ഒന്ന് കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയാണ്. അപ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള നമ്മളവിടെ മനസ്സിലാക്കുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആ ഒരു ഫീൽഡിൽ ടോപ്പിലെത്തണം. നമ്മൾ കുറേ കാലം ലോങ് പീരീഡ് എന്ത് ചെയ്തു, അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി, നമ്മൾ പ്ലാറ്റ്ഫോം ഓഫ് സസ്റ്റൈനബിലിറ്റിയിലേക്ക് എത്തി. നമ്മളിങ്ങനെ പിന്നെ ആ ഒരു സക്സസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഇതിൻ്റെ ഒരു സൈഡ് കോൺഫിഡൻസും, അടിഭാഗം കോമ്പിറ്റൻസ് പറഞ്ഞാൽ നമ്മളെ കഴിവ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ അതിലുള്ള ഒരു എക്സ്പെർട്ടൈസ് അങ്ങനെ പറയാം. ഇവിടെ കോൺഫിഡൻസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, നമുക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ നമുക്ക് മനസ്സിലായി, ഓ ഷിറ്റ്, ദിസ് ഈസ് ഹാർഡ്. പിന്നെ നമ്മൾ അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നമ്മളെ കഴിവ് ഇങ്ങനെ കൂടും. അതിനനുസരിച്ച് നമ്മളെ കോൺഫിഡൻസും ഇങ്ങനെ കൂടി വരും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്ലാറ്റ്ഫോം ഓഫ് സസ്റ്റൈനബിലിറ്റി, നമ്മളൊരു കോൺഫിഡൻസും കോമ്പിറ്റൻസും കൂടുതലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ സക്സസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് സംഭവം കണ്ടുപിടിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക, എങ്ങനെ ചെയ്യണം, അതിന് സ്മോൾ പാർട്ടായിക്കാണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. വാട്ട് ഈസ് ലേണിംഗ്, സെയിം സിറ്റുവേഷൻ ഡിഫറെൻറ്റ് ബിഹേവിയർ, എന്താണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്, അതൊക്കെ മനസ്സിലായി. ഇനി ലാസ്റ്റ് പറയാനുള്ളൊരു ടോപ്പിക് എനിക്ക് പറയാനുള്ളത്, ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ മോട്ടിവേഷൻ ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഡിപ്രിവേഷൻ ഇല്ല, ആ ഒരു സംഭവത്തിൽ ഡിപ്രിവേഷൻ ഇല്ല. അതായത് ആ സംഭവം ലാക്കായിട്ട്, ആ സംഭവം ഇല്ല എന്നുള്ള, എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇതുവരെ വന്നിട്ടില്ല. പറഞ്ഞുതരാം, മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ല പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തീരെ മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ത്, ടോപ്പർ ലെവലിലേക്ക് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു 5 ടോപ്പേഴ്സിൻ്റെ കൂടെ ഒരാഴ്ച സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയില്ല. ഓര് പഠിക്കുന്ന രീതി, ഓല് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, ഓല് നോട്ട് ചെയ്തിരിക്കുന്ന രീതി, ഓല് റീകോൾ ചെയ്യുന്ന രീതി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും
ബിഗിനർ ടൈപ്പ് ഷിറ്റാണെന്നുള്ളത്. അതുപോലെ നമ്മളൊരു 5 റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരാഴ്ച സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോരു ഡിന്നറിന് ഒരു സ്റ്റീക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല ലാവിഷ് ആയിട്ട് വല്ല ഡിന്നർ കഴിക്കുന്ന ആ എമൗണ്ടാണ് എൻ്റെ മന്ത്ലി സാലറി എന്നുള്ളത്. അപ്പോഴേ നമ്മളെ മൈൻഡൊക്കെ ഓപ്പൺ ആവുള്ളൂ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാ ഇത്രയും കുറച്ച് ഞാൻ ഏൺ ചെയ്യുന്നുള്ളൂ, ഇത്രയും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ചെറിയ രീതിയിൽ ഞാൻ പഠിക്കണുള്ളൂ, ഇങ്ങനെയാണോ ഞാൻ വർക്കൗട്ട് ചെയ്യണേ, ഇങ്ങനെയാണ് എൻ്റെ ഫുഡ് രീതി, ഇതൊക്കെ നമുക്ക് മനസ്സിലാവപ്പോഴാണ് നമ്മൾ ഡിപ്രൈവ്ഡ് ആണ് നമുക്ക് മനസ്സിലാവപ്പോഴാണ് അതിലുള്ള ആ ഒരു ടോപ്പ് എൻവയറമെൻറ്റിലുള്ള ആൾക്കാരായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലും ഇങ്ങനെ ബിസിനസ് ഐഡിയ, കണ്ടന്റ് ക്രിയേഷൻ ഇതിലൊക്കെ വലിയ മൈൻഡൊന്നും ഇല്ല, നിങ്ങൾക്കൊക്കെ ചെറിയ മൈൻഡ് വരും. എനിക്കത് കുറച്ചും കൂടി ഓപ്പൺ ആകാൻ തുടങ്ങിയപ്പോൾ വെച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്തിരുന്ന വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ജിം എന്താണ്, നമ്മളെ നാട്ടിലത്തെ ഒരു ലോക്കൽ ജിമ്മാണ്. അപ്പോൾ ആ ജിമ്മിൽ നിന്ന് കുറച്ചുകൂടി എയർ കണ്ടീഷനൊക്കെ ഉള്ള ഒരു ജിമ്മിക്ക് മാറിയപ്പോൾ അവിടെയുള്ള ആൾക്കാർ ക്വാളിറ്റി കുറച്ചുകൂടി വ്യത്യാസമുണ്ട്, കുറച്ചുകൂടി ഫീസ് കൂടുതലാണ്. അപ്പോൾ എൻവയറമെൻറ്റ് മാറി, അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നുകൂടി ഓപ്പൺ ആകാൻ തുടങ്ങി. പിന്നീട് അവിടുന്ന് മാറിയിട്ട് കുറച്ചുകൂടി പ്രീമിയം ജിമ്മിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഉള്ളവർ കുറച്ചുകൂടി ടോപ്പ് ക്വാളിറ്റിയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആം സ്ട്രീറ്റ് അങ്ങനത്തെ ജിമ്മിലൊക്കെ പോകുമ്പോഴാണ് അവിടെ ഉള്ളവർ ഫുള്ള് പക്കാ ക്വാളിറ്റി, അവിടെയുള്ള എല്ലാവരും ഫുള്ള് സ്റ്റാൻഡേർഡ് ആൾക്കാർ. അപ്പോൾ നമ്മളെ എൻവയറമെൻറ്റ് പിന്നെയും മാറി. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ എന്ത് ലോക്കൽ രീതി കൂടെയാണ് കടന്നു പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മൈൻഡ് ഒന്നുകൂടി മാറും. അതാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ള പോയിന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇനഫ് മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും ലോക്കലാണ്, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആരാണോ ആവേണ്ടത് അയാളും ഞാനിപ്പോൾ ഉള്ള ലെവലും നിങ്ങളിപ്പോൾ ഉള്ള ലെവലും ഉള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ടോപ്പിലെത്തിയ കുറച്ച് ആൾക്കാരൊപ്പം എന്ത് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക, എൻവയറമെൻറ്റ് അതിനനുസരിച്ചൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ഡിപ്രൈവ്ഡ് ആണ് എന്നുള്ള കാര്യം. എനിക്ക് ലാസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് എന്താണോ ചെയ്യുക, എന്താണോ അപ്പോൾ ചെയ്യുന്ന ഹാബിറ്റുകൾ, അത് നമ്മളെന്ത് ചെയ്യുക, കുറച്ചേരം ഇരുന്നൊന്ന് ആലോചിക്കുക എന്തായിരിക്കും ഓൻ ചെയ്യുക. ഓൻ ഇന്ന രീതിക്ക് ഹെൽത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓനെ എങ്ങനെയായിരിക്കും കൺസിസ്റ്റൻ്റ് ചെയ്യുക, എങ്ങനെയായിരിക്കും ഓൻ ഫുഡ് കഴിക്കുക, എങ്ങനെയായിരിക്കും അവൻ്റെ ബിസിനസ്, എങ്ങനെയായിരിക്കും അവൻ്റെ മോർണിംഗ് റൂട്ടീൻ, എങ്ങനെയായിരിക്കും അവൻ്റെ നൈറ്റ് റൂട്ടീൻ, എങ്ങനെയായിരിക്കും അവൻ്റെ നെറ്റ്വർക്ക് എന്നുള്ള കാര്യം ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. നല്ലൊരു മോട്ടിവേഷണൽ വഴിയാണിത് ഇത് ചെയ്യാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഹാബിറ്റുകൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് എന്ത് മനസ്സിലാക്കുക, റിസൾട്ടുകൾ കുറച്ച് കഴിഞ്ഞിട്ടേ കാണുള്ളൂ, അത് കുറച്ച് ലേറ്റാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഓൾറെഡി ഓൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഫീൽഡിലും പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റും. സോ ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞ ഒരാൾ ഏതൊരു ഫീൽഡിലും വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.